സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ ടി.എൻ. പ്രതാപൻ 8 കോടി രൂപ നാട്ടിക മണ്ഡലത്തിൽ ചെലവഴിച്ചെന്ന് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് വി.എ. ഫിറോസ്. CPM ജില്ലാ കമ്മിറ്റി ഓഫീസായ അഴീക്കോടൻ മന്ദിരത്തിലെത്തിയാണ് ഫിറോസ് മാധ്യമങ്ങളെ കണ്ടത്. തട്ടിപ്പിന്റെ ഉസ്താദാണ് പ്രതാപനെന്ന് തുറന്നടിച്ച ഫിറോസ് സത്യവും അയാളുടെ പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്നും പറഞ്ഞു. KC വേണുഗോപാലിനെ ഭീഷണിപ്പെടുത്തിയാണ് പ്രതാപൻ സ്ഥാനാർത്ഥിത്വം നേടിയത്. KCക്കെതിരെ എന്തോ പ്രതാപന്റെ കയ്യിലുണ്ട്. അതെന്തെന്ന് ഞങ്ങളെപ്പോലുള്ളവർക്കറിയാം. AICCയും KPCCയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും മുമ്പേ പ്രതാപൻ മണലൂരിൽ ചുവരെഴുത്തും ഫ്ലക്സ് വെക്കലും പ്രചാരണവും ആരംഭിച്ചെന്നും ഫിറോസ് ചൂണ്ടിക്കാട്ടി. UDF മന്ത്രിസഭ വന്നാൽ പ്രതാപൻ മന്ത്രിയാവുമെന്ന് KCയെ കൊണ്ട് ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചു. ബ്ലാക്ക്മെയിലിന്റെ ആളാണ് പ്രതാപനെന്നും ഫിറോസ് പറഞ്ഞു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റായി തുടരവെയാണ് ഫിറോസിന്റെ വെളിപ്പെടുത്തലുകൾ. സുരേഷ് ഗോപിയുടെ വിജയത്തിനായി ബൂത്ത് തലം വരെ പണം എത്തിച്ച് പ്രതാപൻ വോട്ടുകൾ മറിച്ചു. പ്രതാപന്റെ മകന്റെ കാറിലാണ് പണം എത്തിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു. ടി.എൻ. പ്രതാപനൊപ്പം നിൽക്കുന്ന മണ്ഡലം പ്രസിദ്ധമാണ്. ടി.എൻ. പ്രതാപനൊപ്പം നിൽക്കുന്ന DCC ഭാരവാഹികൾ, ടി.എൻ. പ്രതാപനൊപ്പം നിൽക്കുന്ന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, KPCC മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കൃത്യമായി പണം കൊടുത്ത് അത് എല്ലാ മണ്ഡലങ്ങളിലും ബൂത്ത് തലം വരെ വരിക. എന്തിനറിയാം? സുരേഷ് ഗോപിക്ക് വോട്ട് മറിച്ചിരുന്നു. വലിയ 8 കോടി രൂപ ഇത് കൊണ്ടുവന്നത് ടി.എൻ. പ്രതാപന്റെ മകന്റെ വാഹനത്തിലാണ് കൊണ്ടുവന്നത്. നിങ്ങൾ ആശിക്കുന്നതാണെങ്കിൽ നിങ്ങൾ അറിയാതിരിക്കേണ്ട. കൊടുത്തു. പ്രതാപന് പേടിയാണ്. അപ്പൊ 8 കോടി രൂപ പ്രതാപൻ മണലൂർ നാട്ടിക ഭാഗത്ത് സുരേഷ് ഗോപിക്ക് വേണ്ടി കോൺഗ്രസ് പ്രവർത്തകർക്ക് നേതാക്കൾക്ക് വിതരണം ചെയ്തുവെങ്കിൽ എത്ര കോടി പ്രതാപന് കിട്ടിയിട്ടുണ്ടാവും? വാടാനപ്പള്ളിയിലെ കിറ്റ് വിതരണത്തിന്റെ വിവരം പ്രതാപന് ചോർത്തി നൽകിയത് B. ഗോപാലകൃഷ്ണനാണെന്നും ആരോപിച്ചു. B. ഗോപാലകൃഷ്ണനും പ്രതാപനും അടുത്ത ബന്ധമാണെന്നും ഇവർ തമ്മിൽ ഡീലുണ്ടെന്നും ഫിറോസ് പറഞ്ഞു. പ്രതാപനെ സഹിക്കാൻ തീരെ പറ്റാതായതോടെയാണ് താൻ എല്ലാം തുറന്നു പറയുന്നതെന്നും ഫിറോസ് പറഞ്ഞു. ഗുരുവായൂരിൽ ഗോപാലകൃഷ്ണനെ പ്രതാപൻ സഹായിക്കുമെന്നാണ് താൻ കരുതുന്നതെന്നും ഫിറോസ് പറഞ്ഞു. മീഡിയ ടൈം, തൃശൂർ.